ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷാഫലം അറിയുകയാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് പരീക്ഷാഫലം നേരത്തെ വരികയാണ്. മന്ത്രി ശിവൻകുട്ടിയൊക്കെ വളരെ ആവേശത്തിലാണെന്നാണ് ഞാൻ അറിയുന്നത്. കാരണം പരീക്ഷാഫലം നേരത്തെ കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ ടെൻഷനൊക്കെ കുറച്ച് അവരെ ഊർജ്ജസ്വലരാക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞത്. SSLC പരീക്ഷാഫലം ഇന്ന്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഫലങ്ങൾ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതായത് 4 മണിക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ ഈ പരീക്ഷാഫലം കിട്ടും. ഹയർ സെക്കൻഡറി VHSC ഫലപ്രഖ്യാപനം നാളെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ എത്ര ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് ടെൻഷൻ ഉണ്ടാവും. മാതാപിതാക്കൾക്ക് അതിനേക്കാളും ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ കുറഞ്ഞാലും മാതാപിതാക്കൾ കുറയ്ക്കാൻ തയ്യാറല്ല. വിവരങ്ങൾ പറയും. ശരിയാണ്. ഏതാണ്ട് 4,27,105 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് SSLC ഫലം കാത്തിരിക്കുന്നത്. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി SSLC ഫലപ്രഖ്യാപനം നടത്തും. സെക്രട്ടേറിയറ്റിലെ PR ചേംബറിലേക്ക് അദ്ദേഹം ഫലപ്രഖ്യാപനം നടത്തുക. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം 4 മണിയോടുകൂടി വെബ്സൈറ്റുകളിൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 7,977 അധികം വിദ്യാർത്ഥികൾ ഇത്തവണ SSLC എഴുതുന്നുണ്ട്. 99.7% കഴിഞ്ഞ തവണത്തെ വിജയ ശതമാനം. അത് വർദ്ധിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് 20-ാം തീയതി വരെയാണ് ഈ ടാബുലേഷൻ, അതായത് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടന്നത്. ഏതാണ്ട് 10,860ഓളം അധ്യാപകരാണ് ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തത്. കൃത്യമായി തന്നെ വാല്യുവേഷൻ നടത്തി ഏതാണ്ട് 11 ദിവസം മുമ്പ് ഫലം പ്രഖ്യാപിക്കാനായി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടമായി ഈ ഘട്ടത്തിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് 19-നായിരുന്നു SSLC ഫലപ്രഖ്യാപനം നടത്താനായത്. 11 ദിവസം മുമ്പ് മെയ് മാസം 8-ാം തീയതി ഫലം പ്രഖ്യാപിക്കുന്നു. അത്രയും കാര്യക്ഷമമായ ഇടപെടലാണ് വിദ്യാഭ്യാസ വകുപ്പ് SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും ടാബുലേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ ഗ്രേസ് മാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ഒക്കെ നീണ്ട ദിവസത്തെ കഠിന പ്രയത്നം ഇതിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഫലപ്രഖ്യാപനം നടന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ ഇവയൊക്കെയാണ്. പരീക്ഷാ ഭവന്റെ സൈറ്റിൽ ഫലം അറിയാൻ സാധിക്കും. അതുപോലെ PRD www.prd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം അറിയാൻ സാധിക്കും. SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം അറിയാൻ സാധിക്കും. അതുപോലെ www.results.kite.kerala.gov.in എന്ന കൈറ്റിന്റെ വെബ്സൈറ്റിലും SSLC ഫലം അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഈ ഫലം അറിയാൻ ബാക്കിയുള്ളത്. വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും ഒക്കെ കാത്തിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി 3 മണിയോടുകൂടി ഫലം പ്രഖ്യാപിക്കും. നാളെയാണ് ഹയർ സെക്കൻഡറിയുടെ ഫലപ്രഖ്യാപനം നടക്കുക. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.